ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു വേവ് മെഷീൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു തരാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒബ്സർവർ ഇങ്ങനെ വെക്കാം, അതിൻ്റെ സ്റ്റിക്കി പിസ്റ്റൺ ഇങ്ങനെ വെക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇങ്ങനെ വെച്ചാൽ റെഡ് സ്റ്റോൺ ഇങ്ങനെ ടിക് ടിക്ക് റെഡ് സ്റ്റോൺ ഇങ്ങനെ വന്ന് പോകും അതുപോലെ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ലെവർ വെക്കാം. അപ്പോൾ അങ്ങനെ പുഷ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിട്ട് ഈ മറ്റേ സൈഡിൽ ഇതുപോലെ വെക്കണം. ഇതുപോലെ കഴിഞ്ഞിട്ട് ഇതങ്ങനെ ടിക്കായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഇനി ഒബ്സർവർ എത്ര ഹൈറ്റിൽ ഇത്ര ഒബ്സർവേഴ്സ് വേണം അങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കാം. എനിക്ക് ഇത്ര ഒബ്സർവേഴ്സ് മതി. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എല്ലാം ഇങ്ങനെ ടിക്കായിക്കൊണ്ടിരിക്കും. ഇനി നമ്മളുടെ ഒബ്സർവർ എടുത്തിട്ട് ഇനി എല്ലാം ഇങ്ങനെ വെക്കണം, ഇങ്ങോട്ട് വരുന്ന പോലെ. ഓക്കെ, ആ കഴിഞ്ഞിട്ട് നമ്മൾ റിപ്പീറ്റർ അങ്ങോട്ട് പോകുന്ന പോലെ വെക്കണം. ഇതിങ്ങോട്ടല്ല, ഈ ഒബ്സർവർ ഇങ്ങോട്ടല്ല പോകുന്നത്, അതുപോലെ റിപ്പീറ്ററും അങ്ങനെ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിക്കി പിസ്റ്റൺ വെക്കണം ഇവിടെ. കഴിഞ്ഞിട്ട് ഒരു ഹണി ബ്ലോക്കും വേണം, ഹണി ബ്ലോക്കും സ്ലൈം ബ്ലോക്കും വേണം. പക്ഷെ ഫസ്റ്റ് നമ്മൾ ഇവിടെ രണ്ട് ഇങ്ങനെ കുഞ്ഞാക്കാം, കാരണം അല്ലെങ്കിൽ സ്റ്റിക്കി പിസ്റ്റൺ ഇത് വർക്കാവൂല. ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മൾ ഒബ്സിഡിയൻ എടുത്തിട്ട് ഇങ്ങനെ വെക്കാം. ഓക്കെ, ആ കഴിഞ്ഞിട്ട് നമ്മൾ സ്ലൈം ബ്ലോക്ക്, ഹണി ബ്ലോക്ക്, സ്ലൈം ബ്ലോക്ക്, ഹണി ബ്ലോക്ക് അതുപോലെ ഇങ്ങനെ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ബ്ലോക്ക് എടുക്കുക, കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കാം. ഓക്കെ, ആ കഴിഞ്ഞിട്ട് നമ്മൾ വേവ് മെഷീൻ റെഡിയായി. ഇപ്പോൾ ഇത് വേവ് മെഷീന് പോലെ ഉണ്ടാവില്ല, പക്ഷേ നമ്മൾ ഇതിങ്ങനെ ആക്കിയാൽ ഒരു വേവ് പോലെ അല്ലേ ഗായ്സ്. അതുകൊണ്ടാണ് ഇത് വേവ് മെഷീൻ എന്ന് പറയുന്നത്. ഈ ലെവൽ ഫുൾ ചെയ്താൽ നല്ല സ്റ്റോപ്പ് ആവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അതിൻ്റെ കൂടെ കമൻസിൽ പറയുന്നത് എങ്ങനെ ഉണ്ടെന്ന്. ഇന്നൊരു വേറെ വീഡിയോയും കൂടി ഞാൻ ഉണ്ടാക്കാം. ബൈ ഗായ്സ്.